മുട്ടിൽ നിന്നും മുട്ടി വിളിച്ചതുപോലെ, സന്ധി മാറ്റി വെക്കാനായതുപോലെ. പഴയൊരു പാട്ടിന്റെ ഓർമ്മ വരുന്നു എനിക്ക്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, അല്ലേ? ഞാൻ ഇത് ഉണ്ടാക്കി പാടിയത് മറ്റൊന്നുമല്ല, ഈ മുട്ടിൻ്റെ അകത്തുനിന്ന് ശബ്ദം വരുമ്പോൾ ഓരോരുത്തർക്ക് മുട്ടിന് തേയ്മാനം സംഭവിച്ചുവെന്നും ഇനിയിപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തത് മുട്ടിൽ നിന്ന് മുട്ടി വിളിച്ചതുപോലെ, സന്ധി മാറ്റി വെക്കാൻ ആയതുപോലെ. സന്ധി മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? നമസ്കാരം. ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഒരു പുതിയ പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മുട്ട് വേദന വരുന്നവർ എല്ലാവരും സന്ധി മാറ്റി വെക്കേണ്ടി വരുമെന്നും, എന്തിന്, മുട്ടിൻ്റെ അകത്തുനിന്ന് സ്വാഭാവികമായി നമ്മുടെ ദൈനംദിന ചര്യകളുടെ ഭാഗമായി വരുന്ന ചെറിയ ടക് ടുക്ക് ശബ്ദങ്ങൾ മുട്ടിൻ്റെ അപകടാവസ്ഥ സൂചിപ്പിക്കുന്നവയാണെന്നും മുട്ട് മാറ്റി വെക്കണം എന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആകെ രണ്ട് ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ സന്ദർഭങ്ങളേ ഉള്ളൂ, ഇൻഡിക്കേഷൻസേ ഉള്ളൂ. ഏതൊക്കെയാണത്? ഒന്ന്, റെസ്റ്റ് പെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ മുട്ടിൽ വേദനയുണ്ടോ ഇല്ലയോ. വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണം. രണ്ടാമത്തേത് നൈറ്റ് പെയിൻസ്. കിടന്നുറങ്ങുന്നതിനിടയിൽ മുട്ടുവേദന കാരണം നിങ്ങളുടെ ഉറക്കം ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട് മാറ്റി വയ്ക്കാൻ, മുട്ടിൽ മുമ്പ് തേയ്മാനമുള്ള വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് മുട്ട് മാറ്റി വയ്ക്കാൻ സമയമായിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് നീണ്ട് നിവരുമ്പോഴോ മുട്ടിൻ്റെ അകത്തുനിന്ന് വരുന്ന ടക് ടുക്ക് ശബ്ദം കാരണം ആരും സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ട ആവശ്യമില്ല. ഞാനിത് ഇവിടെ പറയാൻ എന്താ കാരണം എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ഡയബറ്റിക്സിനെയും അലട്ടുന്ന ഒരു പ്രശ്നം സന്ധികളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. അത് മുട്ടിലായിരിക്കാം, ചിലർക്ക് അത് തോളിൽ നിന്നാണ്. അപ്പോൾ തോളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെ കുറിച്ചും ഞാനൊന്ന് പറയാം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലനശേഷി, അതായത് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് ഉള്ള സന്ധികളിൽ ഒന്നാണ് തോൾ. അപാരമാണ് അതിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ്. ഏതൊക്കെ രീതികളിൽ അത് പോവും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും, അല്ലേ? ഇനിയിപ്പോൾ ഈ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സിൻ്റെ ഇടയിൽ ഇതിൽ നിന്ന് ശബ്ദം വരാറുണ്ട്. എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ. ഞാൻ കാണിച്ചു തരാം. നീണ്ടു നിവർന്നിരിക്കുക, എന്നിട്ട് നട്ടെല്ല് വളയ്ക്കാതെ, അതായത് കഴുത്ത് വളയ്ക്കാതെ, നിങ്ങളുടെ കൈ വിരലുകൾ കൊണ്ട് തോളിൻ്റെ മുകൾ ഭാഗം സ്പർശിക്കുക. എന്നിട്ട് ഈ അസ്ഥി ഉണ്ടല്ലോ, ആം, മെഡിക്കൽ സയൻസിൽ ഇതിന് ആം എന്നാണ് പറയുന്നത്, ഹ്യൂമറസ് എന്നാണ് ആ ബോണിൻ്റെ പേര്. അത് 90 ഡിഗ്രീസിലായിരിക്കണം. ഏത് ഗ്രൗണ്ട് പ്രതലം 90 ഡിഗ്രീസിൽ നിർത്തിയല്ലോ, അല്ലേ? ഇനി അവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് ഒരു വട്ടം വരയ്ക്കുന്നു. മുകളിലേക്ക് ഒരു വട്ടം വരച്ച് കഴിവതും മാക്സിമം വട്ടമുള്ള, ഏറ്റവും കൂടുതൽ വ്യാപ്തിയുള്ള വട്ടം വരയ്ക്കാൻ ശ്രമിക്കുക. മാക്സിമം എത്രത്തോളം പോകുന്നു എന്നുള്ളത്. നോർമലി ഇനി ഈ 90 ഡിഗ്രിയാണ്. ഇനി താഴോട്ടൊരു വട്ടം, നോർമലി താഴോട്ട് വട്ടം പോകുമ്പോൾ നിങ്ങളുടെ ഈ കൈയുടെ ഈ ഭാഗം നിങ്ങളുടെ ചെസ്റ്റ്, അതായത് റിബ് കേജിൽ മുട്ടണം. മുട്ടിയിട്ട് പുറകോട്ട് പോകണം. പക്ഷെ അവിടെ ഒരു കാര്യം ഓർമ്മ വെക്കണം, നിങ്ങളുടെ ശരീരം അനക്കരുത്. ശരീരം അനക്കാതെ ഇനി മുകളിലത്തെയും താഴത്തെയും വട്ടങ്ങൾ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു വട്ടമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ തോളിൻ്റെ പുറകിലത്തെ ഭാഗത്ത് ടക്ക് എന്നൊരു ശബ്ദം വന്നെങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കാപ്പുല, അതായത് നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്ന ബോൺ, ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു അസ്ഥിയാണ് ഈ സ്കാപ്പുല. ഈ സ്കാപ്പുല റിബ് കേജിൽ കിടന്ന് ഇങ്ങനെ ഒരയും. ഇടയ്ക്ക് റിബ് കേജിൻ്റെ ഏതെങ്കിലും, റിബ് കേജ് എന്ന് പറയുമ്പോൾ വാരിയെല്ലുകൾ, ഏതെങ്കിലും ഒരു വാരിയെല്ലിൻ്റെ മുകളിലൂടെ ഒന്ന് ചാടും. ആ ചാടുമ്പോഴുണ്ടാവുന്ന ഒരു ശബ്ദമാണ്. ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ
ഈ പുറകോട്ടുള്ള മൂവ്മെൻറ്റിൽ ഈ ശബ്ദം വരാം. സ്ത്രീകളാണെങ്കിൽ അടിവസ്ത്രത്തിൻ്റെ ബ്രേസിയറിൻ്റെ ഹുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കാണിക്കാറുണ്ട്. ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ പുറകോട്ട് പോകുമ്പോൾ തോളിൽ നിന്ന് ടക്കെന്നുള്ളൊരു ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഒരു ആവശ്യം. എന്നാൽ ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രേസിയറിൻ്റെ ഹുക്ക് എടുക്കുകയോ ഇടുകയോ ആ ഒരു പ്രക്രിയയുടെ ഇടയിൽ തോളിൻ്റെ മുൻവശത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തോളിൻ്റെ മുകൾ വശത്ത് ഈ സ്പോട്ടിൽ വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിലയിരുത്തേണ്ടതാണ്. കാരണം അവിടുത്തെ ജോയിൻസ് തരത്തിൽ ഉള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോൾഡർ ബ്ലേഡ് ഇങ്ങനെ മൂവ്മെൻറ്റ്, റിബ് കേജിൻ്റെ മുകളിൽ സ്ലൈഡിങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷണറി മൂവ്മെൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഈ സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ് എന്ന് പറയുന്ന ജോയിൻറ്റിൽ അങ്ങനെയല്ല. അവിടെ റബ്ബിംഗ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. മാത്രമല്ല ഈ ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റ് എന്ന് പറഞ്ഞ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ മൂവ്മെന്റിന് കാരണമാവുന്നത്, ഈ തരത്തിലുള്ള ചലനത്തിന് കാരണമാവുന്നത്. അപ്പോൾ ഈ അസ്ഥിയുടെ ഗോളാകൃതിയിലുള്ള തല ഈ ഗ്ലിനോയിഡ് എന്ന് പറഞ്ഞ ചെറിയൊരു സോക്കറ്റിൽ നിൽക്കുന്നതിനാണ് ഈ ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റ് എന്ന് പറഞ്ഞത്. ഈ ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റിനെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫേംനെസ്, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്നത് ഒരുപാട് സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. ഈ വേദന ഉണ്ടെങ്കിൽ മുൻവശത്തോ മോൾ ഭാഗത്ത് അല്ലെങ്കിൽ ഈവൻ സൈഡിൽ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ടിഷ്യൂവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. നീർക്കെട്ടായിരിക്കാം, അതായത് ടെൻഡിനൈറ്റിസ് എന്ന് പറയും. സുപ്രാസ്കാപ്പുലാർ ടെൻഡിനൈറ്റിസ് വരാം, സബ്സ്കാപ്പുലാറിസ് വരാം, ടെൻഡിനൈറ്റിസ് വരാം, അങ്ങനെ പലതും വരാം. ഈവൻ ഓസ്റ്റോആർത്രൈറ്റിസ് കാണാറുണ്ട്. എന്നാൽ മുട്ടിന് കാണുന്ന അത്രയും കോമൺ ആയിട്ടല്ല ഇവിടെ കാണുന്നത്. ബട്ട് യൂഷ്വലി ഒരു മസിൽ അല്ലെങ്കിൽ ടെൻഡോൺ സംബന്ധമായ സോഫ്റ്റ് ടിഷ്യൂ സംബന്ധമായ പ്രശ്നങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഏത് മൂവ്മെൻറ്റിലാണത്? ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്. ഈവൻ ആണുങ്ങൾക്ക് പോലും ഈ മൂവ്മെൻ്റ് ഒന്ന് നോക്കാം. യു ക്യാൻ ടെസ്റ്റ് യുവർ സെൽഫ്. ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് മുകളിൽ കൂടെയും അടിയിലൂടെയും ഇങ്ങനെ തോൾ പലകകളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കണം, നോർമലി വേദന ഇല്ലാണ്ട്. നോക്ക്, നിവർന്നിരിക്കുക, എന്നിട്ട് തല ചെരിക്കാതെ തോൾ പലകളുടെ ഇടയിൽ വരെ കൈ എത്തണം, കൈപ്പത്തിയുടെ ആ ഭാഗം എത്തണം. അതുപോലെ താഴെക്കൂടി ഇങ്ങനെ പോയിട്ട് നിങ്ങളൊരു തംസപ്പ് കാണിക്കുമ്പോൾ ആ തംസപ്പ് തോൾ പലകളുടെ ഇടയിൽ വരണം. വിത്തൗട്ട് പെയിൻ, ഫ്രീ മൂവ്മെൻറ്റ് കിട്ടണം. അത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നോക്കാവുന്നുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തോളിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വശത്തോ മുകളിലോ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഇത് ചെയ്യാൻ നേരത്ത് ഈ മൂവ്മെൻറ്റിൽ പുറകോട്ട് പോകുന്ന സമയത്ത് ടക്കെന്ന് പറഞ്ഞൊരു ശബ്ദം വന്നത് പ്രശ്നക്കാരനേ അല്ല. നത്തിങ് ടു വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ ജോയിൻസിലാണ് ഏറ്റവും കൂടുതൽ പലരും ബുദ്ധിമുട്ട് പറയുന്നത്. അതിനാൽ ഇത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ആൻഡ് പുതിയ ഓരോ വിഷയങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.